ആമസോൺ വിരുദ്ധ സമരത്തിനിടയിൽ പിഞ്ചുകുട്ടി കനത്ത ചൂടിൽ ബോധരഹിതയായി കുഴഞ്ഞു വീണു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യുവജന സംഘടനയായ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച രാവിലെ കളമശ്ശേരി ഏലൂരിലെ സ്വകാര്യ ഗോഡൌണിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കളമശ്ശേരി പ്രീമിയറിന് മുമ്പിൽ നിന്നും സമരക്കാർ പ്രകടനവുമായി ഏലൂരിലെ സ്വകാര്യ ഗോഡൌണിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. പ്രതിഷേധ പരിപാടി അറിഞ്ഞ് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് സംഘം സമരക്കാരെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. തുടർന്ന് പ്രതിഷേധക്കാരുടെ യോഗം ഗേറ്റിന് മുന്നിൽ നടക്കുന്നതിനിടയിലാണ് പിഞ്ചുകുഞ്ഞ് കനത്ത ചൂടിൽ ബോധരഹിതയായി നിലം പതിച്ചത്. സമരക്കാർക്കൊപ്പം പ്രീമിയർ ജംഗ്ഷനിൽ നിന്നും കാൽനടയായിട്ടാണ് ഇത്രയും ദൂരം പൊരിവെയിലിൽ ഈ കുഞ്ഞും എത്തിയത്. തളർന്നു വീണ കുട്ടിയെ ഫാൽക്കൺ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ സഹായത്തോടെ ഫാൽക്കൺ ക്യാന്റീനിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് ഇവിടെ വെച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതോടെ കുട്ടി ബോധമുണർന്നു. 10-ൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടിയെ സമരപരിപാടിക്ക് ഉപയോഗിച്ചത് കടുത്ത നിയമലംഘനമാണ്. വിവിധ കോടതികളുടെയും സർക്കാരിന്റെയും ശിശുക്ഷേമ വകുപ്പ് അടക്കമുള്ളവയുടെയും ശക്തമായ നിർദ്ദേശമുള്ളപ്പോഴാണ് ഇത്തരത്തിൽ നിയമം ലംഘിച്ച് കുട്ടിയെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. സംഭവത്തിൽ സംഘാടകർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുള്ളപ്പോഴാണ് കുട്ടി കുഴഞ്ഞു വീണത്. എന്നാൽ സംഭവത്തിൽ കുറ്റക്കാരായ സംഘാടകർക്കെതിരെ കേസെടുക്കുവാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. 200-ലധികം പേർ പ്രതിഷേധ പരിപാടിക്ക് പങ്കെടുക്കുമെന്ന് വ്യാപകമായ പ്രചാരണം നടത്തിയിരുന്നുവെങ്കിലും പരിപാടിയിൽ 18-ൽ താഴെ ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. ഇതോടെ ആളെണ്ണം കൂട്ടുവാൻ പിഞ്ചുകുട്ടിയടക്കം സമര പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയായിരുന്നുവെന്നാണ് വിമത വിഭാഗം പറയുന്നത്. 13 യൂണിറ്റുകളിലെ അംഗങ്ങൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും 2 യൂണിറ്റുകളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് എത്തിയത്. ഇതോടെ മാധ്യമ ശ്രദ്ധ ലഭിക്കുവാൻ യുവ നേതാവിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ഗോഡൌണിന്റെ ഗേറ്റിന് മുകളിലേക്ക് വലിഞ്ഞു കയറാനും പ്രകോപനമുണ്ടാക്കാനും ശ്രമം നടന്നു. പിന്നീട് പ്രതിഷേധക്കാരിൽ 4 പേർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുകയും വെയിൽ കനക്കുകയും ചെയ്തതോടെ സമരക്കാർ സ്വയം പിൻവാങ്ങുകയായിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ നേതാക്കളടക്കമുള്ളവർ സ്ഥലത്തുള്ളപ്പോഴാണ് പിഞ്ചുകുഞ്ഞിനെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചത്. സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും വനിതാ ശിശുക്ഷേമ വകുപ്പ് സംഭവത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്.